ഗൈസ് നമ്മള് ആദ്യമായി ഉണ്ടാക്കാൻ പോകുകയാണ്. ഓസ്ട്രേലിയയിൽ വന്നിട്ട് 2 വർഷമായി ഗൈസ്. ബട്ട് യെസ്, ദിസ് ഈസ് അവർ ഫസ്റ്റ്. അടിക്കടിക്കെന്ന് പറഞ്ഞെന്താ? ഞാനു ഇതിന്റെ കാര്യം നോക്കിക്കേ, ശർക്കര എത്രയാണ്? നീ എന്നെ ഇങ്ങനെ എടുക്കാതെ ഇങ്ങനൊന്നും അല്ല തോന്നുന്നു. ഫ്രൈഡ് അരിപ്പൊടിയാന്ന് തോന്നുന്നു. ഫ്രൈഡ് അല്ലെന്ന് പറഞ്ഞു. ഇല്ലല്ലോ. അതോ ഈ അത്രയും പാലിടുമ്പോ ഇത് കുറവായിരിക്കും. കാണിക്കണം, ഒഴിക്കാവോ? വേണ്ടി വരുമോ? വേണമെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. പക്ഷെ മറ്റേ കുരിശുണ്ട്. കുരിശിന്റെ വഴിക്ക് പോണ പോലെ ഉണ്ട് കേട്ടോ ഇത്. ഇതൊക്കെ തിരിച്ചു നോക്ക്, നിങ്ങൾ നല്ല വെട്ടിച്ചു നിപ്പുണ്ട് ഇതിനകത്ത്. കാതർ നെച്ചി കൂട്ട കൂടെ 25 തിരുവചനങ്ങൾ പെസഹ ആചരിക്കുന്നു. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം ദിവസം ശിഷ്യന്മാർ യേശുവിന്റെ അടുത്ത് വന്ന് ചോദിച്ചു, നിനക്ക് പെസഹ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ശിഷ്യന്മാർ പെസഹ ഒരുക്കി. വൈകുന്നേരമായപ്പോൾ അവൻ 12 ശിഷ്യന്മാരോട് വലിയ കപ്പ്. അവൻ പ്രവേശിക്കുന്ന വീട്ടിലേക്ക് നിങ്ങൾ അവനെ പിന്തുടരുക. ആ വീടിന്റെ ഉടമസ്ഥനോട് പറയുക, ഗുരു നിന്നോട് ചോദിക്കുന്നു, എന്റെ ശിഷ്യന്മാരോടുകൂടെ ഞാൻ പെസഹ ഭക്ഷിക്കുന്നതിനുള്ള വിരുന്നുശാല എവിടെയാണ്? സജ്ജീകൃതമായ ഒരു വലിയ മാളികമുറി അവൻ നിങ്ങൾ എല്ലാരും അതിന്റെ ഇടയ്ക്ക് സൗഹൃദം. എടി പക്ഷെ ഒഴിക്കുന്നതിന് മുന്നേ എനിക്ക് ഇതിന്റെ ഒക്കെ ദിനം വന്നു ചേർന്നു. യേശു പത്രോസിനെയും യോഹന്നാനെയും അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പോയി നമുക്ക് പെസഹ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവിൻ. അവർ അവനോട് ചോദിച്ചു, ഞങ്ങൾ എവിടെ ഒരുക്കണം